കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ 3 കാര്യങ്ങളാണ് സാധാരണ പറയുക. ഒന്ന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഒന്ന് നിങ്ങളുടെ വോയിസ് ഇറ്റ്സെൽഫ്, ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ ലാംഗ്വേജ്, ഇറ്റ്സ് എ മീഡിയം, ആൻഡ് ലാസ്റ്റ് ദ സ്പോക്കൺ വേർഡ്സ്. ഇത് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡീസ് പറയുന്നത് 55% നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്ചേഴ്സ്, നമ്മുടെ ജെസ്റ്റേഴ്സ്, ഐ കോൺടാക്റ്റ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. 55% ഒരു കമ്മ്യൂണിക്കേഷനിൽ എല്ലാ രീതിയിലും നോക്കുക. ഞാൻ വളരെ സ്റ്റിഫായിട്ടിരുന്ന് സംസാരിക്കും പോലെയല്ല, ഞാൻ വളരെ ആനിമേറ്റ് ചെയ്ത് സംസാരിക്കുക. എൻ്റെ കൈയും കാലുകളും ജെസ്റ്റേഴ്സും പോസ്റ്റേഴ്സൊക്കെ കറക്റ്റ് ആവുക, എൻ്റെ ഐ കോൺടാക്റ്റ് ഐ ടു ഐയിൽ ഞാൻ നോക്കുന്നതൊക്കെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സങ്കടകരമായ കാര്യം ഞാൻ ചിരിച്ചുകൊണ്ട് പറയില്ലല്ലോ. അപ്പോൾ ആ തരത്തിൽ ചെയ്യുന്നതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അത് 55% ആണ് ഔട്ട് ഓഫ് 100. ഇനി എൻ്റെ വോയിസ്, അതിൻ്റെ പിച്ച്, അതിൻ്റെ പേസ്, അതിൻ്റെ റിതം, ടോൺ, അതിൻ്റെ ഇൻഫ്ലക്ഷൻ എല്ലാം വരുന്നത് ഇവിടെയാണ്. ഇത് വോയിസാണ്, പാരാലിംഗ്വിസ്റ്റിക്. ഇതിന് പറയുക 38% കമ്മ്യൂണിക്കേഷനിൽ. ഇപ്പോൾ വോയിസും കൂടെ നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ 55 + 38 ഈസ് 93%. ആൻഡ് സ്പോക്കൺ വേർഡ്, നമ്മൾ സംസാരിക്കുന്ന ഭാഷ, അത് വെറും 7% ഉള്ളൂ. ഒബ്വിയസ്ലി ദിസ് ഈസ് ബേസിക് സ്റ്റഫ്. ഇതില്ലാതെ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അത് 7% ഉള്ളൂ. നമ്മൾ തെറ്റ് ചെയ്താൽ പോലും ആളുകൾ അതങ്ങ് മറക്കും. നമ്മൾ ആ തരത്തിൽ ആനിമേറ്റഡ് ആണെങ്കിൽ, നമ്മൾ സംസാരിക്കുന്നതിനെ, നമ്മുടെ ബോഡി, നമ്മുടെ വോയിസിനെ, നമ്മുടെ സ്പോക്കൺ വേർഡ്സിനെ സിങ്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അത് വേറൊരു ഒരു എഫക്റ്റീവ്നെസ് അതിലേക്ക് കൊണ്ടുവരും. അവിടെയാണ് എഫക്റ്റീവ്നെസ്സിനെ ഗ്രേറ്റ്നെസ്സിലേക്ക് എത്തിക്കുന്നത്.